ഹലോ, അപ്പം നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു നിമിഷമായിരുന്നു കേട്ടോ അത്. ഏട്ടൻ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് വരും ഇന്ന് എത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് എത്തും എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ഞാനും ചക്കരയും കൂടി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അവൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് മൂപ്പരാളുടെ എൻട്രി ഇട്ടാൽ, അതായത് ഏട്ടൻ്റെ എൻട്രി. അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലാട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ചക്കരയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞങ്ങൾ എന്തായാലും കൂടി ഇങ്ങനെ ഇരുന്ന് കളിക്കാനൊരു സമയമായിരുന്നു കേട്ടത്. ആരാ വരുന്നു കുഞ്ഞ്? ഇതാരാ? ഇതാരാ കുഞ്ഞ്? എന്താ വണ്ടിയൊന്നും വേണ്ട, അതാ കിടക്കണ വണ്ടി. പോന്ന് എന്നോടോ? എവിടെ എവിടെ? ചേട്ടൻ വന്ന വഴിക്ക് അവിടെ ഒരു പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിട്ട് ഓടിയിട്ടാ മൂപ്പരാള്. എന്താ സാധനം ഇത്ര? എന്താ സാധനം നോക്ക്. എന്താണ്? നാട്ടെ നാട്ടെ. ഇതെന്താ വേറെന്ത്? വേറെന്താ? ഓപ്പൺ ചെയ്തോക്ക്. എന്താ? എടുത്തോ. എന്താ എന്താ? ഇവിടെ ഇങ്ങോട്ട് വാ. ഇവിടെ വന്ന് ഓപ്പൺ ചെയ്യ്. നമ്മൾ നോക്കട്ടെ. ഇതായിട്ട് മിഠായി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യ്. ഓപ്പൺ ചെയ്യ്. എന്താ? അതെ. ഹായ് നോട്ടെ. ഹായ്. എന്താ ചിരി? ഇഷ്ടായോ? കുഞ്ഞു ഹാപ്പി ആയോ? എന്നാ ഹാപ്പി പറ. കുഞ്ഞു ഹാപ്പി ആയോ? ഹായ് നോട്ട് കുഞ്ഞ. ഹായ്. ഇതാര വാങ്ങി? പപ്പ മേടിച്ചെന്താ? എന്നാ പപ്പയോട് ഐ ലവ് യു പറയ്. ഐ ലവ് യു പപ്പ പറയ്. എന്താ പവർ? തന്നെ എന്നും അമ്പറും തന്നെ. ഹായ്, നല്ല രസമുണ്ടല്ലോ. അമ്മക്ക് തരുവോ? അമ്മക്ക് തരുവോ? ബേബിയുടെ അമ്പുറ? ബേബിയുടെ? അതെ. ഇഷ്ടായോ? ഹാപ്പി ഹാപ്പി പറയ്. ഹാപ്പിയാണ് പറ. അതൊന്നും കിട്ടിയില്ല. അതെ. അമ്മയ്ക്കാ? താങ്ക് യു. അമ്പോ അമ്പോ. അമ്മയ്ക്കാ? താങ്ക് യു. എന്താ അങ്ങനെ തന്നെ. പക്ഷെ എന്താ സൂപ്പറാ.
കിട്ടുന്നില്ലേ? അപ്പോൾ ചേട്ടൻ വന്ന് ചായയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്നേഹപ്പെടുന്നത് അങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം വിച്ചേട്ടൻ കൊടുന്നിട്ടുണ്ട്. ചക്കരയ്ക്ക് കൊടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാൻ വെച്ച് ചേട്ടൻ ഒരു ക്ഷമയില്ല, ചക്കരയ്ക്ക് അത്രയും ഇല്ല കേട്ടോ. ഗുഡ് ബോയ് അതാ വരുന്നു. ബേബിക്ക് ഇത് എന്താകും? ബേബിയെ എന്താണത്? അതെന്താ കുഞ്ഞാ? ചക്കരേ പറയടാ. എത്ര ദിവസമായി എന്നും അമ്മാനി തന്നെ. ലേറ്റ് വെയിറ്റ് പപ്പ തരും. പപ്പ തരും. കുട്ടിക്ക് തരും. എത്ര ദിവസം ഉണ്ടാവണാവോ? ഇഷ്ടായോ? ഇഷ്ടായോ? അയ്യോ അതൊക്കെ പിടിച്ചിരിക്കണു. അതെന്ത് സാധനം? അതെ വിട് വിട് വിടടാ. ഇഷ്ടായോ കുഞ്ഞാ? അങ്ങനെയാണ് പോവുക, മേലെക്കൂടെ പോവുക. അങ്ങനെ തന്നെ. ഓരോന്നോരോന്ന് പെട്ടി പൊളിക്കണ്ടല്ലോ. എന്താ? അതൊക്കെ അമ്മയ്ക്കുള്ളതാണ്. ഇതൊന്നും അതൊക്കെ അമ്മക്ക്. ഇന്ന് ഫുഡ് വേണ്ടല്ലോ നമ്മുടെ കുട്ടിക്ക്. ബേബിക്ക് സ്ലേറ്റ്. സ്ലേറ്റ് ഇതെന്താ? ഞങ്ങൾക്കൊരു പിടുത്തം കിട്ടണം ചേട്ടാ. ഇതെന്താ കുഞ്ഞു? അതാ ബോബി. ബേബി ബേബിക്ക് എന്തൊക്കെ പപ്പ കൊടുന്നത്? ബേബി അതിലെഴുതിക്കോ. ABCD എഴുതിക്കേ. ABCD എഴുതിക്കേ. 1 2 3 എഴുത്. അമ്മയ്ക്ക് വേണ്ട. 1 2 3 എഴുത് കുഞ്ഞു. 1 2 ഒക്കെ എഴുതുക. 1 എഴുത്. 1 വേണ്ടേ?
നിൽക്കാത്തതല്ലേ അവൻ നിർത്തി നോക്ക്. ആ എങ്ങനെ പോവാ? നമ്മുടെ കുട്ടിക്ക് വരുമാനം പഠിക്കാൻ അറിയോ? അമ്പടാ നോക്ക്, ചുമരുമ്പൊക്കെ നോക്കി എഴുതി കുട്ടിയത്. പിന്നെ വിച്ചാട്ട് എനിക്കൊരു ലൈറ്റ് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നോ, ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറ്. അപ്പോൾ സ്റ്റാൻഡൊന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ എനിക്ക് വിച്ചാട്ടെ കണ്ടറിഞ്ഞ് മേടിച്ച് കൊടുത്താൽ ഈ ഒരു ലൈറ്റ് സ്റ്റാൻഡ്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കിത് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം, ഇന്ന മേടിക്കണമെന്നൊന്നും ഞാൻ പണ്ടായില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയോണ്ട് അത് പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യുക കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ ചേട്ടനൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, അവിടെ മൊത്തം ഇവിടെ മൊത്തം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ലൈറ്റ് സ്റ്റാൻഡ് കിട്ടി ഗൈസ്. കുറേ നാളായിട്ട് ഞാൻ ലൈറ്റ് സ്റ്റാൻഡ് ഇല്ല നടക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് സ്റ്റാൻഡ് കിട്ടി. ഇനി നാളെ മുതൽക്ക് ഇതിൽ വീഡിയോ ചെയ്യണം. പിന്നെതാ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ചേട്ടനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കുക, കാരണം ഇഷ്ടമായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇഷ്ടമായി എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ പറഞ്ഞ് കളിയാക്കണേ. അപ്പോൾ അങ്ങനെ പിന്നെ വേറെ സാധനം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിൻ്റെ ഇയർബഡാട്ട അത് M10 ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ ഇരുന്നിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒന്നാമത് ഈ സാധനമൊക്കെ കിട്ടിയിട്ട് വെച്ചത് വിച്ചാരം തന്നെയാവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. കാരണം ഞാനങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല ഈ സാധനങ്ങളൊക്കെ. എനിക്ക് ഇതൊക്കെ വെച്ചിട്ട് ചപ്പം ചെയ്യുക എനിക്കെന്നെ പോലെ തോന്നുള്ളൂ. അപ്പോൾ വെച്ചിട്ടത് വാങ്ങിയിട്ട് ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എത്ര 70% ചാർജ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ സാധനം തന്നെ എന്നിട്ട്. അപ്പോൾ ഇതൊക്കെ എന്നോട് ഇഷ്ടമായി ചോദിക്കുമ്പോൾ പിന്നെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ ചക്കരക്കൂട്ടത് അവിടെ ഇരുന്ന് സ്ലൈറ്റിൽ എഴുതി വരയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ 2 സൈഡും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ബാക്കിൽ ചോക്ക് വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ടൊക്കെ എഴുതാൻ പറ്റും. ഫ്രണ്ടിൽ ആ ഒരു പെന്ന് വെച്ചിട്ട് എഴുതണതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് കുറച്ച് ഇയറിങ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഒരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നെല്ലിക്കലിൽ. അപ്പോൾ അവിടെ പോയി വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ ഞാനും ചക്കരക്കൂട്ടിനാണ് ചായയൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇതവിടുത്തെ ഓണറായിരുന്നു കേട്ടോ. പിന്നെ വിച്ചേട്ടൻ ഞങ്ങളോട് വാങ്ങിച്ചോളാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി. പിന്നെ ഇന്നത്തെ ഒരു വിശേഷം പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വൈകുന്നേരത്ത് ആലപ്പറമ്പ് വിളക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ പോയി ആ വീഡിയോസ് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.